ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ മൊഡ്യൂൾ 2-ലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പവറും ഡിലേയും തമ്മിലുള്ള പ്രോഡക്റ്റാണ്. പവർ ഡിലേ പ്രോഡക്റ്റാണ്. അപ്പോൾ പവർ ഡിലേ പ്രോഡക്റ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പി ഡി പി. പവർ ഡിലേ പ്രോഡക്റ്റിനെയാണ് നമ്മൾ പി ഡി പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ പവർ ഡിലേ പ്രോഡക്റ്റിന് ഇക്വേഷൻസിന് പവർ ഇൻറ്റു ഡിലേ എന്ന് പറയുന്നത് ടി പി ആണ്. ഈ ഡിലേ എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ്സിൽ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ഡിലേ എന്ന് നമ്മൾ പറയാറുണ്ട്. രണ്ട് രീതിയിൽ നമ്മൾ ഡിലേനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പ്രൊപ്പഗേഷൻ ഡിലേ ആയാലും കണ്ടാമിനേഷൻ ഡിലേ ആയാലും അതൊക്കെ നമ്മൾ സെക്കൻഡ്സിലാണ് മെയിൻലി ഡിലേ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ഓഫ് ഡിലേ ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഡിലേ അങ്ങനെ പെർസെൻറ്റേജിൽ നമ്മളതിനെ പറയാറുണ്ട്. രണ്ട് രീതിയിൽ നമ്മൾ പറയും. അപ്പം പി ഡി പി ഇസിക്കൽ ടു പി ആവറേജ് ഇൻറ്റു ടി പി എന്ന് പറയുന്നതാണ് ഈ പവർ ഡിലേ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ നമുക്കറിയാം പവറിൻ്റെ യൂണിറ്റ് എന്താണ്, വാട്ടാണ്. അതുപോലെ തന്നെ ടൈമിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഡിലേയുടെ യൂണിറ്റ് എന്താണ്, സെക്കൻഡ്സ് ആണ്. സോ വാട്ടും സെക്കൻഡ്സും കൂടെ വരുമ്പോഴാണ് ജൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പവർ ഡിലേ പ്രോഡക്റ്റിന് യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അപ്പോൾ ആവർ എനർജി റിക്വയർഡ് ഫോർ എ ഗേറ്റ് ടു സ്വിച്ച് ഇറ്റ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം ലോ ടു ഹൈ ആൻഡ് ഹൈ ടു ലോ. അപ്പോൾ ആവറേജ് എനർജി, ഇപ്പം പവർ ഡിലേ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എൻ ആവറേജ് എനർജി എന്ന് പറയുന്നത് ജൂളിലാണല്ലോ. അപ്പം എനർജി റിക്വയർഡ് ഫോർ എ ഗേറ്റ് ടു സ്വിച്ച് ഫ്രം ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം ലോ ടു ഹൈയോ ഹൈ ടു ലോയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വിച്ച് ചെയ്യാൻ വേണ്ട ആ ഒരു എനർജീനെയാണ് നമ്മൾ പവർ ഡിലേ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം എനർജി ഇൻ സിമോസ് ലോജിക്ക് എനർജി ഈസ് ഡിസിപ്പേറ്റഡ് ബൈ രണ്ട് രീതിയിലാണ്. പിമോസ് നെറ്റ്വർക്കിൽ എന്താ നടക്കുന്നത്, പിമോസ് എന്ന് പറയുമ്പം ഇൻപുട്ടിൽ 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്, 1 ആണ്. ഔട്ട്പുട്ടിൽ 1 മീൻസ് നമ്മുടെ ലോഡ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. അതുപോലെ എൻമോസ് സർക്യൂട്ടിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ലോഡ് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ്. അപ്പോൾ ചാർജിങ്ങിലും ഡിസ്ചാർജിങ്ങിലാണ് അവിടെ എനർജി ഡിസിപ്പേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പവർ ഡിലേ പ്രോഡക്റ്റ് എന്ന് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു പി ഡി പി ഇസിക്കൽ ടു പി ആവറേജ് ഇൻറ്റു ടി പി ആണ്. നമ്മൾ പ്രീവിയസ്ലി മൊഡ്യൂൾ 1-നകത്ത് പവർ ഡിസിപ്പേഷൻ പഠിച്ചപ്പം പി ആവറേജിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. അതിനകത്തുനിന്ന് ഡൈനാമിക് പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. നമുക്ക് ഡൈനാമിക് പവറിൻ്റെ ഇക്വേഷൻ കിട്ടിയിരുന്നത് സി ലോഡ് ഇൻറ്റു ബി ഡി ഡി സ്ക്വയർ ഇൻറ്റു എഫ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി. എഫ് മാക്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയായിരുന്നു. സി ലോഡ് ഇൻറ്റു സി വി ഡി ഡി സ്ക്വയറിൻ്റെ എഫ് എസ് ഡബ്ല്യു എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ എടുത്തിരുന്നത്. എഫ് എസ് ഡബ്ല്യു മീൻസ് എഫ് മീൻസ് സ്വിച്ചിങ് ഫ്രീക്വൻസിയാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എഫ് മാക്സിമം ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മളതിനെ ഇപ്പം സി മീൻസ് ലോഡ് കപ്പാസിറ്ററും സി ലോഡ് എന്ന് പറയുമ്പം ലോഡ് കപ്പാസിറ്ററെ. അപ്പം അതായത് ഡൈനാമിക് പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഏർലി കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഡൈനാമിക് പവറിനകത്ത് നമുക്ക് പി ആവറേജ് അല്ലെങ്കിൽ പിയുടെ ഇക്വേഷൻ കിട്ടി. ഡൈനാമിക് പവറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, സി ഇൻറ്റു വി ഡി ഡി സ്ക്വയർ ഇൻറ്റു എഫ് എസ് ഡബ്ല്യു ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതാം. അപ്പോൾ പി ആവറേജിൻ്റെ സ്ഥാനത്ത് നമുക്ക് എഴുതാം സി ലോഡ് ഇൻറ്റു വി ഡി ഡി സ്ക്വയർ ഇൻറ്റു എഫ് മാക്സ് എന്ന് എഴുതാം ഇൻറ്റു ടി പി അല്ലേ, പ്രൊപ്പഗേഷൻ ഡിലേ. പി ഡി പി ഇസിക്കൽ ടു പി ആവറേജ് ഇൻറ്റു ടി പി എന്നാണല്ലോ. അപ്പോൾ പി ആവറേജിൻ്റെ ഇക്വേഷനാണ് സി ലോഡ് ഇൻറ്റു വി ഡി ഡി സ്ക്വയർ ഇൻറ്റു എഫ് മാക്സ് ഇൻറ്റു ടി പി നമ്മൾ എഴുതി. ഇനി നമുക്കറിയാം എഫ് ഇസിക്കൽ ടു 1/t എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എഫ് മാക്സിന് സ്ഥാനത്ത് 1/t എന്ന് റീപ്ലേസ് ചെയ്യാൻ മേലെ. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ടി പിയും ക്യാൻസലായിപ്പോൾ ബാക്കി മിച്ചം എന്താ കിട്ടും, സി ലോഡ് ഇൻറ്റു വി ഡി സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2 ഹാഫ് ഓഫ് ദി ടി പി ആയിരുന്നെങ്കിലോ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരുന്നു, സി ലോഡ് ഇൻറ്റു വി ഡി സ്ക്വയർ ബൈ 2 എന്നായിരുന്നേ അല്ലേ. അപ്പോൾ ഇതാണ് പവർ ഡിലേ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എനർജി ഡിലേ പ്രോഡക്റ്റ്. എനർജി ഡിലേ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സെയിം ഇക്വേഷൻ ഇ ഡി പി ഇസിക്കൽ ടു പി ഡി പി ഇൻറ്റു ടി പി ആണ്. ഇതാണ് എനർജി ഡിലേ പ്രോഡക്റ്റ് ഇക്വേഷൻ. ഇ ഡി പി ഇസിക്കൽ ടു പി ഡി പി ഇൻറ്റു ടി പി. പി ഡി പി എന്നാൽ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എന്തായിരുന്നു, പി ആവറേജ് ഇൻറ്റു ടി പി ആണ് പി ഡി പി. അപ്പോൾ നമുക്ക് പി ആവറേജ് ഇൻറ്റു ടി പി ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സി ലോഡ് ഇൻറ്റു വി ഡി ഡി സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞ് ഇവിടെ ഇക്വേഷൻ കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ഉണ്ടോ ഇൻറ്റു ടി പി സ്ക്വയർ എങ്ങനെയാണ് വന്നേ നോക്കുക, പി ആവറേജ് ഇൻറ്റു ടി പി എന്ന് വന്നു. സോ പി ആവറേജ് ഇൻറ്റു ടി പി സ്ക്വയർ നമുക്ക് വരും. പി ആവറേജ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു, സി ലോഡ് ഇൻറ്റു വി ഡി സ്ക്വയർ ബൈ 2 ആണ് ഇൻറ്റു ടി പി സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദ പവർ സപ്ലൈ വി ഡി ഡി, it is directly proportional to energy delay product. So the power dissipation is high and delay is smaller. അപ്പോൾ നമ്മുടെ എനർജി ഡിസിപ്പേഷനുമായിട്ട് പവർ സപ്ലൈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പം നമ്മൾ പവർ സപ്ലൈ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, പവർ ഡിസിപ്പേഷൻ വളരെ കൂടുതലായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ.